ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ മഹാരാഷ്ട്ര സന്ദർശനം പുരോഗമിക്കുന്നു. ബുൽദാന ജില്ലയിലെ ഷെഖാവിൽ കേന്ദ്ര ആയുഷ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ദേശീയ ആരോഗ്യമേള 2026 രാഷ്ട്രപതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തിന് തുടക്കമായി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ശ്രീ മോദി ചർച്ച നടത്തും. 2 ദിവസത്തെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യാത്രയ്ക്ക് മുന്നോടിയായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇസ്രായേൽ പാർലമെന്റ് നെസറ്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. നാളെ ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്ന ശ്രീ മോദി ഇന്ത്യൻ വംശജരെയും അഭിസംബോധന ചെയ്യും. ഷെഡ്യൂൾ ചെയ്യാത്ത ഫ്ളൈറ്റ് ഓപ്പറേറ്റർമാർക്കായി കർശനമായ പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. വ്യോമയാന അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. പിഴവുകൾക്ക് പൈലറ്റുമാരെ മാത്രമായി കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്ന് ഡിജിസിഎ അഭിപ്രായപ്പെട്ടു. വിമാനത്തിന്റെ പ്രായം, അറ്റകുറ്റപ്പണിയുടെ ചരിത്രം, പൈലറ്റിന്റെ പരിചയസമ്പത്ത് തുടങ്ങിയ വിശദാംശങ്ങൾ ഓപ്പറേറ്റർമാർ പരസ്യപ്പെടുത്തണമെന്നും പുതിയ മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കുന്നു. പശ്ചിമ ബംഗാളിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട 80 ലക്ഷത്തോളം പരാതികൾ കൈകാര്യം ചെയ്യുന്നതിന് ഝാർഖണ്ഡ്, ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നുള്ള ജുഡീഷ്യൽ ഓഫീസർമാരെ നിയമിക്കാൻ സുപ്രീംകോടതി കൽക്കട്ട ഹൈക്കോടതിക്ക് അനുമതി നൽകി. വെരിഫിക്കേഷൻ പ്രക്രിയ പൂർത്തിയാക്കാൻ 250 ജില്ലാ ജഡ്ജിമാർക്ക് ഏകദേശം 80 ദിവസം വേണ്ടിവരുമെന്ന് കൽക്കട്ട ഹൈക്കോടതി നേരത്തെ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു. ഇതോടെയാണ് അധിക ഉദ്യോഗസ്ഥരെ വിന്യസിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകിയത്. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തിരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. സംസ്ഥാനത്തെ ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ഇന്നു മുതൽ വിതരണം തുടങ്ങും. 62 ലക്ഷത്തോളം പേർക്കാണ് 2000 രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിക്കുക. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് തുകയെത്തും. ശേഷിക്കുന്നവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി നേരിട്ട് തുക കൈമാറും. മലപ്പുറം തിരൂർ മലയാളം സർവകലാശാലയിൽ 4 വർഷം ബിരുദ കോഴ്സിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ച ബിരുദ പഠന കേന്ദ്രം തരങ്കിണി ഇന്ന് നാടിന് സമർപ്പിക്കും. മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. 2515 സ്ക്വയർ ഫീറ്റിൽ 90 ലക്ഷം രൂപ ചിലവിലാണ് കെട്ടിടം പൂർത്തീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ കെട്ടിടങ്ങളുടെ ബലസ്ഥിരത പരിശോധനയിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. സർക്കാർ ഇക്കാര്യത്തിൽ കർക്കശമായ നിലപാട് സ്വീകരിക്കുമെന്നും ദുരന്ത സ്ഥലം സന്ദർശിച്ച ശേഷം മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ മാസം 23-നാണ് വലിയങ്ങാടിയിലെ ഫിഷ് മാർക്കറ്റിന് സമീപം കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള പഴയ പാസ്പോർട്ട് ഓഫീസ് കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണ് 4 ചുമട്ടുതൊഴിലാളികൾ മരിച്ചത്. 280 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആക്കുളം ചേറ്റുവ ജലപാതയുടെ ആദ്യഘട്ടം നാളെ വർക്കലയിലെ ചിലക്കൂർ ബീച്ച് പാർക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് ഹബ്, രാജ്യത്തെ മുൻനിര ജലാധിഷ്ഠിത ടൂറിസം കേന്ദ്രം എന്നീ നിലകളിലുള്ള കേരളത്തിന്റെ വളർച്ചയെ ഇത് വേഗത്തിലാക്കും. വിദ്യാർത്ഥികൾക്കിടയിൽ ചിക്കൻ പോക്സ് പടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ഒരാഴ്ചത്തേക്ക് അടച്ചിടാൻ തീരുമാനിച്ചു. കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് മുൻകരുതൽ നടപടി സ്വീകരിക്കുന്നത്. ഇന്നു മുതൽ മാർച്ച് 3 വരെയാണ് അവധി. അവധി മൂലം നഷ്ടപ്പെടുന്ന ക്ലാസുകൾ പിന്നീട് പുനഃക്രമീകരിച്ച് നൽകുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം കഴക്കൂട്ടം അഴൂർ പെരുമാതുറ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഇന്നു മുതൽ മാർച്ച് 2 വരെയാണ് നിയന്ത്രണം. ആറ്റുകാൽ പൊങ്കാല ഡ്യൂട്ടികളുമായി ഡോക്ടർമാർ പൂർണ്ണമായും സഹകരിക്കുമെന്ന് KGMOA തിരുവനന്തപുരം ജില്ലാ ഘടകം. സംസ്ഥാനത്ത് നിന്നുള്ള കേന്ദ്രമന്ത്രിയുമായും സംസ്ഥാന ആരോഗ്യമന്ത്രിയുമായും നടത്തിയ ചർച്ചകളുടെയും അക്രമ സംഭവത്തിൽ 2 പ്രതികളെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിലുമാണ് തീരുമാനം. ഇന്നു മുതൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ പുനരാരംഭിക്കുമെന്നും സംഘടന അറിയിച്ചു. അതേസമയം നിസ്സഹകരണ സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അവർ വ്യക്തമാക്കി. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ഉത്രാളിക്കാവിലെ പുലർച്ചെയുള്ള വെടിക്കെട്ട് മാറ്റിവച്ചു. വെടിക്കെട്ട് അടുത്ത മാസം 6-ന് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അതേസമയം ഉത്രാളിക്കാവ് പൂര എഴുന്നള്ളിപ്പിൽ പങ്കെടുത്ത് മടങ്ങിയ ആന ഇടഞ്ഞത് പരിഭ്രാന്തി പരത്തി. ആന വാഹനങ്ങൾക്കും കേടുപാടുകൾ വരുത്തി. ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് ആനയെ തളച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.